हल्का हल्का मालूम है हिंदी हमको। हल्का ज़्यादा नहीं समझ रहे हम। अच्छा ये क्या है? ये सब्जी आलू, अच्छा इसमें अभी चीज़, लोकल चीज़ डाला है। अच्छा സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലാണ്. സഞ്ചാരികൾ അങ്ങനെയൊന്നും എത്തിപ്പെടാത്ത മനോഹരമായ അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് കമങ് ജില്ലയിലെ ലുബ്രാങ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ബുദ്ധമത വിശ്വാസികളുടെ ഒരു ഗ്രാമമാണ്. അങ്ങനെ സ്ഥിരതയില്ലാത്തൊരു ഗ്രാമമാണ്. അതായത് ആൾക്കാർ അങ്ങനെ കുടിയേറി ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ജനങ്ങളുള്ളൊരു നാട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ നമുക്ക് യാക്കിനെയൊക്കെ കാണാം. സാധാരണ ആട്ടിടയന്മാരെയല്ല കാണുക, നമുക്ക് ഈ യാക്കിനെ വളർത്തുന്ന ആൾക്കാരെ കാണാനൊക്കെ സാധിക്കും കേട്ടോ. എൻ്റെ ഒരു സുഹൃത്തും അരുണാചൽ പ്രദേശിലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന ഒമർ എന്ന് പറഞ്ഞൊരു സാറാണ് എനിക്കൊരു സ്ഥലം സജസ്റ്റ് ചെയ്ത് തന്നത്. കൂടാതെ തന്നെ പകുതിയോളം സാർ എന്നെ ഇവിടെ കൊണ്ടാക്കി. പിന്നെയുള്ള ദൂരം ഞാൻ നടന്നു പോകാമെന്ന് സാറിനോട് പറഞ്ഞു കേട്ടോ. എന്നിരുന്നാലും നമുക്ക് ആ മനോഹരമായ ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കാം. ഒരു വ്യത്യസ്തതയുണ്ട്. ഇവിടെ യാക്കിനെ വളർത്തുന്ന ആൾക്കാരെയൊക്കെ വ്യത്യസ്തമായ പേരിലാണ് അറിയപ്പെടുക. അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് മനസ്സിലാക്കുക കേട്ടോ. അവിടെ താമസിക്കാൻ സ്ഥലമൊന്നുമില്ല. സാറിൻ്റെ ഒരു കെയർ ഓഫിലാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സഞ്ചാരികൾ സ്പെഷ്യലായിട്ട് ആൾക്കാർ വന്നാൽ അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവർ ഒരുക്കി കൊടുക്കും കേട്ടോ. അവരെ വീട്ടിൽ തന്നെ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവരും തുടർന്ന് കാണണേ. സുഹൃത്തുക്കളെ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കിയേ. ഞാൻ ഇതുവരെയായിട്ട് ഗ്രാമത്തിൽ എത്തിയിട്ടില്ല. എൻ്റെ അമ്മ, ലുബ്രാങ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് എനിക്ക് എത്തേണ്ടത്. എന്നിരുന്നാൽ ഈ സ്ഥലങ്ങളൊക്കെ നോക്കിയേ, എന്ത് രസമാണല്ലേ. ഈ വെയിൽ വരുമ്പോഴാണ് കേട്ടോ ഭൂമിയുടെ യഥാർത്ഥ സൗന്ദര്യം നമ്മളിലേക്ക് എത്തിപ്പെടുന്നത്. ധാരാളം പശുക്കളൊക്കെ ഉണ്ട് അവിടെ ഓടി കളിക്കുന്നത്. എന്തിനാണ് ഇത്ര സ്പീഡിൽ ഓടുന്നത് പശുക്കളൊക്കെ? ഡേയ് ഹായ്, പശുക്കളുണ്ടോ? ഞാൻ കാണിച്ചു തരാം. എന്തായാലും സന്തോഷം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ചെറിയൊരു റോഡുണ്ട്. ആ റോഡിന് സൈഡിൽ മാറിയിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ അത്രമാത്രം സ്വർഗതുല്യമായ നിമിഷങ്ങളാണ് കേട്ടോ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. വാ നമുക്കിനി ഗ്രാമത്തിലേക്ക് പോകാം. അവിടുത്തെ ജനങ്ങളെ കാണാം, ഞാൻ താമസിക്കുന്ന സ്ഥലം കാണാം, എല്ലാം കാണാം. സുഹൃത്തുക്കളെ, കുറേ നേരത്തെ യാത്രക്കൊടുവിൽ ഞാനൊരു ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ലുബ്രാങ് എന്ന് പറഞ്ഞ മനോഹരമായ ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വീട് കേട്ടോ. ഞാൻ ഒരാളെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, ഒമർ എന്ന് പറഞ്ഞ സാറിൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ്റെ പേര് പേമ എന്നാണ്. ആ ഒരു പയ്യൻ്റെ വീടാണ് കേട്ടോ. ചെറിയൊരാളാണ്, 22 വയസ്സേ ഉള്ളൂ. അവരെ വീടാണ്. ഇപ്പോൾ അവരെ അമ്മയാണ് ഇവിടെ ഉള്ളത്. നാളെ ആ പയ്യൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കടുക് കാണാൻ സാധിക്കും എൻ്റെ സൈഡിൽ തന്നെ. ഇന്ന് ഞാനിവിടെ എത്തിയതേ ഉള്ളൂ. ക്ലൈമറ്റ് മൊത്തം എന്താ ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പുതിയ കുടയാണ് കേട്ടോ. ഇവിടെ മഴ വന്നപ്പം ഈ ഭൂമി നോക്കിയേ, എൻ്റെ അമ്മ എത്ര മനോഹരമായിരിക്കുന്നു. നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഇത് നോക്കിയേ, വൈകുന്നേരം 6:10 ഞാനൊരു വീഡിയോ എടുക്കുന്നത്. കടുക് പാടങ്ങളൊക്കെ ആയിട്ട്. ഞാൻ താമസിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ അകമ്പാവൊക്കെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിനകത്താണ് താമസിക്കുന്നത്. ഇവിടെ പൊതുവേ സഞ്ചാരികൾ അങ്ങനെ വരാറില്ല. അപൂർവമായിട്ട് വന്ന് പോകുന്നവർക്ക് താമസിക്കാൻ വേണ്ടി വീട്ടുകാർ നിർമ്മിച്ചതാണ് കേട്ടോ. അവരെ വീട് തന്നെയാണ്. 350 രൂപ കേട്ടോ നമുക്കവിടെ താമസിക്കാൻ വേണ്ടി വാങ്ങുന്നത്. ഭക്ഷണത്തിന് വേറെയും പൈസ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, ഇതേപോലത്തെ ഒരു ഹോട്ടലിലാണ് താമസിച്ചെങ്കിൽ എത്ര പൈസ വേണ്ടി വരും? 2000 രൂപ. പക്ഷേ സ്വർഗത്തിൽ താമസിക്കാൻ എനിക്ക് വേണ്ട പൈസ എന്ന് പറയുന്നത് പട്ടണ പ്രദേശത്തെ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസയാണ് സ്വർഗത്തിലെ വീട്ടിൽ താമസിക്കാൻ ഇവിടെ ഈടാക്കുന്നത് കേട്ടോ. അതിൽ കൂടുതൽ കൊടുത്താലും സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഇവരെ പോലുള്ള ആൾക്കാർക്ക് നമ്മൾ സപ്പോർട്ട് ഒന്നും ചെയ്യണം കേട്ടോ. വൈകുന്നേരം കേട്ടോ ഞാൻ വന്നിട്ട് അത്രേ ആയിട്ടുള്ളൂ. എനിക്ക് ചായ ഒക്കെ ആക്കി തരുന്നുണ്ട്. അതിൻ്റെ അകത്താണ് എനിക്ക് ഇരിക്കേണ്ട റൂമുള്ളത്. ഞാൻ എല്ലാം കാണിച്ചു തരും. ഈ ഗ്രാമം നിങ്ങൾക്ക് മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരും. കാരണം അത്രമാത്രം സ്വർഗം പോലെയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ഭൂമി. ഡിന്നറേ, നമസ്തേ നമസ്തേ. अच्छा आना बोलते इधर? अम्मा. अच्छा, हम लोग अम्मा बोलते हैं. आप अम्मा है, हम लोग अम्मा. ഇത് വീട്ടിലത്തെ ആൾക്കാരാട്ടോ. दाल है, चावल है. हिंदी दीदी का नहीं है, बहुत खराब है.
अच्छा मतलब समझते थोड़ा थोड़ा एक दो तो समझ आ रहा है अब तो हल्का हल्का मालूम है हिंदी हल्का हल्का ज्यादा नहीं समझ रहे हम अच्छा ये क्या है ये सब्जी आलू अच्छा इसमें अभी चीज लोकल चीज डाला है घी डाला है अच्छा अब मसाला का तो बहुत कम है हाँ मसाला का मसाला नहीं है इसमें अच्छा ठीक है मसाला बिल्कुल नहीं है इसमें अब काता में नहीं है मसाला मसाला खाते हैं फ्राई सब्जी में हम कभी कभी अच्छा अच्छा कभी कभी खाता है कभी फ्राई What balls? ये बॉयल है अभी ज्यादातर बॉयल खाता हूँ अच्छा अच्छा हेल्थी है आप लोगों का लाइफ है अच्छा मेरा फुड है अच्छा ഇതാണ് ഇന്നെന്റെ ഭക്ഷണം ये അമ്പോ ഇത് റായി है ये अभी चटनी है पुदी मिर्ची डाला है खाता है कि नहीं हाँ खाता खाते खाते हम लोग का स्पाइसी हल्का डाला नहीं खाता बस ठीक ठीक ट्राई करता तो फिर सब करता हूँ अम्बो इस मेन डिश है इधर का हाँ अच्छा ബോയിൽ ആലു അമ്പോ എൻ്റെ ദൈവം എന്ത് ഡിഫറെൻ്റ് ആയ ഭക്ഷണമല്ല ഇവര് കഴിക്കുന്നത് മസാല ഇല്ലാത്ത ജീവിതമായതുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഇത്ര ആരോഗ്യത്തോടെ നിൽക്കുന്നത് अभी मैं बोलना भाषा मलयालम है अभी केरला का हाँ ये तो देखा होगा अच्छा नहीं इसमें का तो नहीं है ये कभी सेंट है इसका सिर्फ सेंट मजा आता है इस ये भी ये क्या बोल रहे हैं ये हम लोग बस नहीं बोलते हैं अच्छा अच्छा सेंट बहुत मजा है इससे सिर्फ सेंट है इसका ठीक है എന്താ നമുക്ക് കഴിക്കാം गुड मॉर्निंग गुड मॉर्निंग आज दिन कैसे हो आज दिन ठीक है पूरा मौसम में खुला है ठंडी जगह है ठंडी हाँ ठंडी ठीक है आप लोग का ठीक है ठीक है। हम लोग का बहुत है ठंडी है हाँ ठंडी है രാവിലെയാണ് കേട്ടോ രാവിലെ എണീച്ചിട്ട് നേരെ ഞാൻ അകത്തേക്ക് വന്നതാണ് ക്യാമറയിൽ നിന്ന് വീഡിയോ എടുക്കൽ എന്താണ് ഓഫാക്കി വെച്ച് എന്താ വിചാരിച്ച ഇതിൽ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല ക്യാമറയിൽ അപ്പം മൊബൈലിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എന്താ സ്ഥലങ്ങളൊക്കെ നോക്കി ചായ ഇവിടെ വെക്ക ക്യാമറ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ അറിയാത്തൊരു മണ്ടനായി പോലെ എന്ത് ചെയ്യാതെ എൻ്റെ അമ്മ ഒരു മരത്തിൻ്റെ ഒക്കെ ഒരു വീടാണ് കേട്ടോ ये मिट्टी है मिट्टी नीचे लिपाई किया हुआ अच्छा अच्छा मिट्टी पत्थर अंदर पत्थर ये लिपाई किया प्लास्टर किया है सीमेंट नहीं है मिट्टी अम्बो विदाउट सीमेंट हाँ, अम्बो मिट्टी है पूरा मिट्टी अच्छा ये कौन सा लकड़ी है ये लकड़ी बहुत दूर से लिया अच्छा पाइन ट्री है राइट नहीं वो अभी ये दुआ से ऐसे हो गया अच्छा अच्छा जंगल के हाँ, ये अब जाके चला गया ये दुआ से ऐसे हो गया अम्बो अम्बो ठीक 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 ये क्या है ये आलू है सर अच्छा सब आलू है ये पूरा आलू अभी पूरा ये घास निकाला था काल सफाई किया था अच्छा अभी पूरा खत्म नहीं हुआ था कौन सा महीने में मिलते हैं आलू आलू अभी 2 महीने के बाद मिलेगा अभी अच्छा 2 മാസത്തിന് ശേഷം ഉരുളക്കിഴങ്ങ് കിട്ടുമെന്ന് കേട്ടോ പറയുന്നത് ടോട്ടൽ कितना केजी मिलते हैं यहाँ ज्यादा केजी नहीं मिलते और अभी नीचे बाजार से खरीदना नहीं पड़ता अपना जो लगा फिर ये अच्छा आप खाता नहीं है आलू नहीं ना हम लोग खाते हैं अपने लेकिन का? हाँ, अच्छा सेलिंग नहीं है सेलिंग नहीं है अपना अच्छा। खाने के लिए 20 केजी मिलते हैं 20 केजी ज्यादा मिलता है 20 केजी का ज्यादा ये कम से कम 50 केजी तो निकालेगा इसमें। अरे 50 किलो उരുളക്കിഴങ്ങ് കിട്ടും കേട്ടോ अच्छा ये मूला है मूला का हाँ, मूला है अच्छा इधर एक पीस है मूला हाँ, मूला अभी अब एक बार देखते हैं मूला इसका सीजन तो खत्म हो गया अभी ഇത് നിങ്ങൾക്ക് ഞാൻ മുള്ളങ്കി കാണിച്ചു തരാം ഇതിന്റെ സീസൺ കഴിഞ്ഞെന്നാണ് കേട്ടോ പറയുന്നത് ये सीजन खत्म हो गया अभी ये हम उकर की ये गाय के लिए दाना उकर के रखा अभी गाय ने भी अच्छा। खा के खत्म नहीं हुआ फिर यही फेंक दिया। अभी गाय खाता है हाँ, गाय दाना के लिए रखा अभी अच्छा खत्म नहीं हुआ गाय ने भी ठीक है ठीक ये है छोटा गाय यहाँ पाल के रखा था ना अच्छा, हमने अच्छा। इसको इधर याक के साथ जाने का आदमी में क्या बोलने इधर या कस हाँ ब्रोकपा ब्रोकपा हाँ। अच्छा ब्रोकपा ट्राइबल्स का जगह बोलते हैं ब्रोकपा मतलब याक वाला हाँ या देखने वाला ब्रोकपा बोलते अच्छा आप लोग ऊपर ऊपर पहाड़ में जाने हैं 6 महीने में हैं। अच्छा अभी ये यहाँ कोला अभी ये महीना में चला जाएगा अभी अच्छा अभी ये ज्यादा अभी इतना में बहुत गर्म लग रहा है अभी ये भी सब अभी ज्यादा गर्म हो रहा है अभी आदमी को टाइम नहीं मिल के बैठा नहीं तो अभी जाना है लोग अच्छा अच्छा जल्दी जल्दी गर्म से बैठने ही नहीं सकता है लगा अच्छा गर्म आने में पहाड़ जाने हैं बाहर जाना है तवांग साइड टाउन से नहीं अभी अच्छा। वो सिला पास हो कि फिर अच्छा, सिला पास से इस ऊपर सेला पास है सिला पास हो कि सिला पास से और जाना है लुगुथांग जगह जाना है लुगुथांग बोलने जगह पूछते हैं अच्छा लुमतांग लुगुथांग लुबुतांग अच्छा तवांग रूट है टाउन रोड नहीं सेला पास रूट सिला पास रोड सांगे
सिला पास से होके जाना पड़ेगा അതായത് रोहतांग ഈ യാക്കിനെ കൊണ്ട് ഇവര് മലമുകളിലൂടെ എന്താ തണുത്ത പ്രദേശങ്ങൾക്ക് മാറും കേട്ടോ. ഇവര് പറയുന്നത് കാലാവസ്ഥ മാറി മാറി വരികയാണ്, ചൂടാണ് ഇപ്പം വരുന്നതെന്ന്. പക്ഷെ ഇവിടെ തണുപ്പാണ് കേട്ടോ. അപ്പൊ ഇതർ അച്ഛേ ठंडी मौसम अच्छा है अभी ठीक है. अभी ठीक है इतना में अच्छा पहले से इसका ज्यादा ठंडी है. ज़्यादा ठंडी है अच्छा പുള്ളിക്കാരൻ 20 വയസ്സുണ്ടാകുന്ന സമയത്ത് अभी आपका छोटा उम्र में इधर कितना बर्फ आता है. छोटी उम्र तो इतना इतना आता था अभी कितना आता है. अभी तो 2-3 फीट भी नहीं आता है അതായത് കുട്ടിക്കാലത്ത് അര വരെ എന്താ മഞ്ഞ് പെയ്യുമെന്നാണ് പറഞ്ഞത്. ഇപ്പം കാലാവസ്ഥേന്റെ മാറ്റം കാരണം മുട്ടോളം മാത്രമാണ് ഇവിടെ മഞ്ഞ് വീഴുന്നത് കേട്ടോ പറയുന്നത്. അമ്പോ അभी प्रकृति बहुत खराब है हाँ, ऐसे सारे होता जगह है। में ग्लोबल वार्मिंग इशू बोलते हैं. ठीक है जी ठीक है थैंक यू धन्यवाद. या लसो करिंचे कहाँ करिंचे इधर का भाषा हाँ करिंचे കരിഞ്ചെ जी കരിഞ്ചെ. करिंचे थैंक यू करिंचे അച്ഛാ കരിഞ്ചെ എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്നാണ് കേട്ടോ. നമ്മൾ ധന്യവാദ് ഹിന്ദിയിൽ പറയുന്നില്ലേ, അതുപോലെയാണ് കരിഞ്ചെ എന്ന് പറയുന്നത്. ടീക്ക് ടീക്ക്. സുഹൃത്തുക്കളെ, ശാന്തതയുടെ ഒരു അടയാളമാണ് ഈ ഒരു വീട്. ഇവിടെ ഈ വീട്ടിലിപ്പോൾ ഒരാളില്ല കേട്ടോ. എല്ലാവരും കൃഷിയിടത്തിലേക്ക് പോയി. അവരെ യാക്കും പശു ആടൊക്കെ ഉണ്ട് പോലും. നാളെ ആയിരിക്കും ഞാൻ അവിടെയുള്ള ഗ്രാമത്തിലൊക്കെ പോയി വീഡിയോ എടുക്കുന്നത്. ആരുമില്ലാത്തൊരു വീട്ടിലേ ഇരിക്കുവാണ്. അവർക്കൊരു പേടിയില്ല കേട്ടോ. ആരാണ് പോലും എന്നോട് അന്വേഷിക്കുന്നില്ല. കേരളത്തിൽ നിന്നാണ് വന്നതെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും അവർ അന്വേഷിക്കുന്നില്ല കേട്ടോ. എത്ര സത്യസന്ധരായ മനുഷ്യരാണെന്നറിയോ. നാളെ അവർ കളിച്ച ഡ്രസ്സൊക്കെ ഇടുന്നാണ് പറയുന്നത്. വെയിൽ വരുമ്പോഴാണ് ഗ്രാമം തിളങ്ങുന്നത് കൂടുതലും. വെയിൽ മങ്ങിയ ഭയങ്കര തണുപ്പടിക്കും കേട്ടോ ഈ ഒരു സ്ഥലത്ത്. വൈകുന്നേരം കാലങ്ങളൊക്കെ പറഞ്ഞാൽ അത്രയും തണുപ്പാണ്. പശുക്കളൊക്കെ കരയുന്നുണ്ട്. തൊപ്പിയിട്ട് ഞാനിവിടെ നിൽക്കുന്നുണ്ടാണോ. ഇതാ സന്തോഷം. ചുറ്റുപാടൊന്ന് കാണണം ഈ ഒരു ഗ്രാമത്തിന്റെ. പുറത്ത് മഴയായതുകൊണ്ട് ഞാൻ വീണ്ടും എന്താണ് എൻ്റെ മുറിക്കകത്ത് വന്നു. ഇത് കണ്ടൊരു പപ്പടം പോലത്തെ നമ്മുടെ പൂരിയൊക്കെ ഇല്ലേ, പൂരി പോലത്തെയാണ് കേട്ടോ. എൻ്റെ പറഞ്ഞു മഴയൊക്കെ അല്ല ഇത് കഴിച്ചോ. ഇവിടെ നമ്മളെ മോഡേൺ ആയിട്ടുള്ള ഫുഡൊന്നും കിട്ടത്തില്ല. അതായത് മാഗി ചൗമീൻ അങ്ങനത്തെ ഒന്നും കിട്ടത്തില്ല. മാഗി വേണമെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് ഇവരാക്കി തരും കേട്ടോ. പക്ഷെ അവർ കഴിക്കാൻ സാധനം നമ്മൾ കഴിക്കണ്ടല്ലോ. പിന്നെ ചായ എനിക്ക് കുറേ കൊണ്ടു തന്നു. ഇത് കുടിക്കുക. എന്തായാലും കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക സുഹൃത്തുക്കളെ. സന്തോഷമുണ്ട് കേട്ടോ ഗ്രാമത്തിൽ വന്നപ്പോൾ. ആൾക്കാരൊക്കെ നല്ലതുപോലെ എന്നെ സ്നേഹിക്കുന്ന കാണുമ്പോൾ എനിക്കെന്തോ ഒരു വിഷമവും ഉണ്ട്, അതുപോലെ സന്തോഷവും ഉണ്ട്. अम्मा नमस्ते. नमस्ते. आपका नाम बोलिए. आपका नाम? पासंग टेमा. पासंग टेमा. टेमा. पासंग टेमा. हिंदी नहीं है. कौन सा भाषा चलता है? मोंडपा भाषा. अच्छा ये अम्मा की उड़ता भाषा ना അറിയില്ല കേട്ടോ. ये क्या है? अच्छा फिश करी है. कौन सा मच्छी है? मछली का नाम? हाँ मछली का नाम? ഇവരെ മോൻ ഇന്നലെ കൊണ്ടുവന്ന മീനാട്ടി. പാവത്തിന് അതുപോലെ അറിയില്ല. അച്ഛാ നമ്മളെ കയ്പൊക്കെ അവര് വറക്ക് ചെയ്യുന്ന കേട്ടോ. പേമ അബിക്കിതറേ ബജാർ ജാറേ. പേമ എന്ന് പറഞ്ഞ ഇവരുടെ മകനാണ് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. കുറച്ച് ദിവസം 2 ദിവസം ലൈറ്റ് വന്നിട്ട് ബോലിയേ. ആ ചായ് ഗായ്. അച്ഛാ പപ്പ. അതായത് ഇവരുടെ ഭർത്താവാണ് നമ്മുടെ പേമ എന്ന് പറയുന്ന പയ്യന്റെ എന്താ അച്ഛനാണ് കേട്ടോ. ഗായിന്റെ യാക്കിന്റെ കൂടി മേലോട്ട് പോയിന്നാ പറഞ്ഞത്. കിതർ ജാരേ പപ്പ? गया वापस आ रहे नहीं आज? अच्छा बड़ा भाई. अच्छा अच्छा 2 दिन नहीं है. अच्छा ഇവിടുത്തെ ഏട്ടനാട്ടി 2 ദിവസം കഴിഞ്ഞില്ലേ വരും. अच्छा पेम शाम को आएगा. अच्छा अच्छा ठीक है ठीक है. अच्छा ये ऊपर भूटान बॉर्डर एरिया जा रहे हैं. अच्छा ചൈന ബോർഡർ ഏരിയ. നമ്മുടെ ചൈന ബോർഡർ ഒക്കെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. നല്ലൊരു അമ്മയാണ്. ചൈന ബോർഡർ ഇവിടുന്ന് ബൈ റോഡ് 150 കിലോമീറ്ററാ. ठीक है रेडी करो. मागो जा रहे हैं. मागो सेमिक. हाँ अच्छा സേല പാസ് ഏരിയ. अच्छा अच्छा തവാങ് യാത്രയിൽ കാണുന്നൊരു സ്ഥലമാണ് സേല പീക്ക് സേല പാസ് എന്ന് പറയുന്നത്. അങ്ങോട്ടേക്കാണ് കേട്ടോ. അവിടുത്തെ പർവ്വതങ്ങളിലാണ് ഇവർ പോകുന്നത് യാക്കിനെയും കൊണ്ട്. രാവിലത്തെ എൻ്റെ ചോറ് റെഡിയാക്കുന്നുണ്ട്. തോടാ ദേലിയെ ജാദാ നഹി ഹേ. आज लाइट नहीं है. ठीक है ठीक है. अच्छा കരിഞ്ച എന്ന് പറഞ്ഞ താങ്ക് യു എന്നാ കേട്ടോ. അതെനിക്ക് കുറച്ച് മതി, കൂടുതൽ വേണ്ടെന്ന്. ഇതിൽ രക്തേ നീച്ച രക്തേ. അച്ഛാ
इधर लिखते ഞാൻ പറഞ്ഞ അവിടെ വെച്ച് കരിഞ്ചേ थैंक यू പറഞ്ഞിട്ടുണ്ട് ठीक है इसका क्या बोलते हैं China, Kerenda, करंडा हम लोग കൈപ്പക്ക बोलते हैं Kaibaka. കേരള കൈപ്പക്ക നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ പാവം അമ്മ അവിടെ നിന്ന് വർക്ക് ചെയ്യട്ടെ സമയം ഇപ്പോൾ 5:30 ആയി എനിക്ക് എൻ്റെ റൂമിൻ്റെ അകത്ത് തീ ഇട്ട് തന്നിട്ടുണ്ട് കാരണം ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു നല്ലപോലെ മഴ പെയ്തു കൂടാതെ തണുപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എൻ്റെ റൂമിനകത്ത് അവരെന്തായാലും എനിക്ക് തീ ഇട്ട് തന്നു കേട്ടോ നല്ലപോലെ തീ ഇട്ട് തന്നു പുറത്താണെങ്കിൽ സേല പീക്ക് കാണാൻ സാധിക്കും സേല പീക്ക് എന്ന് പറയുന്നത് തവാങ് റൂട്ടിലുള്ള ഒരു പീക്കാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്കത് ഓഹോ ഇതാണ് പുറത്തെ കാലാവസ്ഥ കണ്ടോ അങ്ങ് ദൂരെ നോക്കിയേ അങ്ങ് ദൂരെ നല്ല മലയോരത്തിൻ്റെ കാഴ്ചകൾ കണ്ടോ അതാണ് സേല കൊടുമുടി എന്ന് പറയുന്നത് അത് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും കൂടാതെ പുതിയ മഞ്ഞ് കൂടി ഇന്ന് പെയ്തിട്ടുണ്ട് കേട്ടോ മരമുകളിൽ എൻ്റെ ആ കാഴ്ച നോക്കിയേ പർവ്വതങ്ങളൊക്കെ തിളങ്ങുന്നുണ്ടോ അങ്ങ് ദൂരെ സൂര്യൻ ഇങ്ങനെ താഴ്ന്നു പോകുന്നതായിരിക്കാം ഓഹോ മഴ പെയ്ത് പോയപ്പം പ്രകൃതിൻ്റെ ഭംഗി നോക്കിയത് നിങ്ങൾ അതും 5:30ക്കാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു വീഡിയോ അത്രമാത്രം മനോഹരമായിരിക്കുന്നു കേട്ടോ ഈ കാഴ്ചകളൊക്കെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ധാരാളം യാക്കുകളെ കാണാൻ സാധിക്കും ഈ യാക്കുകൾ കുറേ നാൾ ഇവിടെ നിൽക്കത്തില്ല കേട്ടോ ഇവർ ഇതിനടുത്തിന് പോകാൻ പോകുന്നത് മാഗോ എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ് ചൈന ബോർഡറിന് അരിയിലൊക്കെയാണ് കേട്ടോ മാഗോ എന്ന് പറഞ്ഞ ഗ്രാമം അതായത് യാക്കിന് നല്ല തണുപ്പുമാണ് ചൂട് സ്ഥലത്ത് അധികം ജീവിക്കത്തില്ല ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഏകദേശം രാത്രി കാലങ്ങൾ 9 ഡിഗ്രിയോളം വരുന്നുണ്ട് അത്രയും തണുപ്പുള്ള സ്ഥലമാണ് നമുക്ക് മനുഷ്യർക്ക് പക്ഷേ യാക്കിന് ഇത് ചൂടുള്ള സ്ഥലമാണെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് ബ്രോക്പ എന്നാണ് ഈ യാക്കിനെ മേയിച്ച് നടക്കുന്ന ആൾക്കാരെ പറയുന്നത് അവർ യാക്കിൻ്റെ കൂടത്തിന് 5-9 ദിവസം നടന്നാണ് മാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നത് കേട്ടോ എന്തായാലും സന്തോഷം ഈ യാക്കിൻ്റെ പാല് കൊണ്ട് ഇവർ ചീസാക്കും വലിയൊരു ചീസാക്കിയിട്ട് അത് ഇവർ കടകളിൽ കൊണ്ടുപോയി വിൽക്കും കേട്ടോ 1 കിലോ ചീസിന് 700 രൂപയാണ് ഇവിടെ ഏകദേശം ടോട്ടൽ ഒരു വീടുകൾ എന്ന് പറഞ്ഞാൽ 10-20 വീടുകളുണ്ടാവും ഇവിടുത്തെ എല്ലാവരുടെയും ജോലി എന്ന് പറയുന്നത് ഈ യാക്കിൻ്റെ ചീസ് ഉണ്ടാക്കലാണ് യാക്കിൻ്റെ പാല് കൊണ്ട് ചീസ് ഉണ്ടാക്കി അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും ഇതാണ് ഈ ഗ്രാമത്തിലെ ആൾക്കാരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൂടാതെ തന്നെ ഇവിടുത്തെ ആൾക്കാർ നല്ലതുപോലെ കൃഷി ചെയ്യും അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവരൊന്ന് കൃഷി ചെയ്യും കേട്ടോ ഒരു വീട്ടിൽ നിന്ന് ഏകദേശം 80-100 കിലോ ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതാണ് പറയുന്നത് അവരത് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് അത് ഭക്ഷിക്കും കേട്ടോ കുറേ കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും മല കയറും തണുത്ത സ്ഥലങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ളൊരു ജനങ്ങൾ കൂടിയാണ് എന്തായാലും സന്തോഷം യാക്കൊക്കെ രാവിലെ പുല്ല് കഴിക്കാൻ വേണ്ടി വന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കാലാവസ്ഥ നല്ല മഴയാണ് ഇത് കണ്ടോ മഴ വന്ന് നമുക്ക് അങ്ങനെയൊന്നും പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ ബസ്തിയിലെ എന്താണ് ഉള്ളിലൂടെ ആയിട്ട് ഞാനിപ്പോൾ പോകുന്നത് നിങ്ങളുടെ സൈഡിലൂടെ വീടും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഹലോ ഇതിൻ്റെ അകത്തൊക്കെ കൃഷിയാണ് കേട്ടോ കൃഷിയുടെ കാണാൻ സാധിക്കുക നല്ല മൗണ്ടൻസിൻ്റെ വ്യൂ അങ്ങ് ദൂരെ കാണുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ കാലാവസ്ഥ മോശമായതുകൊണ്ട് എല്ലാം മൂടിപ്പോയി എനിക്ക് കുടയുള്ളത് കൊണ്ടാണ് ഒരു ഭാഗ്യം പുതിയ കുടയാട്ടോ ഇതാണ് ഇവരെ ബസ്തി മഴ വന്നാൽ ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ എല്ലാം മൂടിപ്പോകും പർവ്വത പ്രദേശല്ലേ യാക്കൂട്ട യാക്ക് പോകുന്നുണ്ടോ ഹായ് ഹായ് എന്നെ കുത്തോ എന്നാൽ നമുക്ക് എൻ്റെ റൂമിലേക്ക് പോകാം കാരണം നല്ല മഴയാണ് ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ് കേട്ടോ എന്ത് സന്തോഷത്തോടു കൂടിയാണ് ആൾക്കാർ ജീവിക്കുന്നത് ഇവിടുത്തെ ബുദ്ധമത വിശ്വാസികളുടെ അമ്പലത്തിലേക്കാണ് പോകുന്നത് ഇന്നിവിടെ എന്തോ ഒരു പൂജയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ കൂടെ വരുന്ന പട്ടിക്കുട്ടന ഗ്രാമത്തിലെ ഇവിടെ ലൊക്കേഷൻ നോക്കി എന്ത് രസമല്ലേ ഇതാണ് ഒരു അമ്പലം എന്നെയും കൂടി വിളിച്ചിട്ടുണ്ട് ഗ്രാമവാസികൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ അമ്പലം വരുന്നത് ഈ ഗ്രാമവാസികളുടെ അമ്പലമാണ് കേട്ടോ ഈ കാണുന്നത്
വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടാകത്ത്. നടന്ന് കിതച്ചെന്ന് പറയാ. ഇതിനകത്ത് മാനയൊക്കെ കാണാൻ സാധിക്കും. 2 മാനയെ കണ്ടോ? ഇവിടുത്തെ ആൾക്കാർക്ക് അതിൻ്റെ റൂൾസ് ഉണ്ട്. അവരവിടെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വരുന്നത്. വട്ടം തിരിഞ്ഞിട്ട് വരും കേട്ടോ. ഇത് ഓരോരോ മതക്കാർക്ക് അതിൻ്റെതായ സവിശേഷതകളുണ്ട്. ഇവിടുത്തെ തൂണ് നോക്കി. ബുദ്ധ ഗൂംബ കമ്മ്യൂണിറ്റിയുടെ അടുക്കളയാണ് കേട്ടോ. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാനുള്ള ഒരു കമ്മ്യൂണിറ്റി അടുക്കളയാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാവരും കൂടി സാരണത്തിലൂടെ നിർമ്മിച്ചതാണ്. ഇവിടെയാണ് തീയിട്ടിട്ട് എല്ലാവരും ഇരിക്കും. അതിൻ്റെ സൈഡിൽ ഭയങ്കര വൃത്തിയാണ് കേട്ടോ ഇവരെ അടുക്കളയും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ അമ്മമാരെ കാണുമ്പോൾ എന്തോ ഒരു വിഷമം തോന്നാട്ടെ എനിക്ക്. ഒരു പക്ഷേ ഞാൻ എൻ്റെ അമ്മേനെ കാണാതെ യാത്രകൾ ചെയ്യുന്ന കൊണ്ടായിരിക്കാം. കാരണം നമ്മളെ അമ്മമാരൊക്കെ അധികം അടുക്കളയിലാണല്ലോ ജോലി ചെയ്യുന്നത്. പക്ഷെ അതുപോലെ എനിക്ക് തോന്നിപ്പെടുന്നത് കണ്ടപ്പോൾ. ഞാൻ അവരുടെ വീട്ടിലാണല്ലോ നിൽക്കുന്നത്. ഇതാണ് ഇവരുടെ ഗ്രാമത്തിൻ്റെ ഒറിജിനൽ ഭംഗി കേട്ടോ. അങ്ങ് ദൂരെ കാണുന്ന ഗ്രാമം കണ്ടോ? അതാണ് ലുബ്രാങ് എന്ന് പറഞ്ഞ ആ ഗ്രാമം കേട്ടോ. അവിടെ നിന്നുമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു ചെറിയൊരു ഗ്രാമം കൂടിയുണ്ട്. അങ്ങോട്ടേക്ക് ഞാൻ നടന്നു പോവുകയാണ്. അവിടെ നിന്ന് ഷോർട്ട് കട്ട് വഴിയാണ് കേട്ടോ വന്നത്. ചെറിയ റോഡുണ്ട്, ഇതിലൂടെയാണ് റോഡ് പോകുന്നത്. ഇത് മാന കണ്ടോ. ഇവിടുത്തെ ഗ്രാമവാസികൾ എല്ലാവരും കൂടി പണിത മാനയാണ് കേട്ടോ. ചില മാനകളെന്ന് പറയുന്നത് വീട്ടുകാർ പണിയുന്നതാണ്, അവരുടെ മരിച്ചുപോയ ആൾക്കാരുടെ ഓർമ്മക്ക് വേണ്ടി. ഇത് ഗ്രാമവാസികൾ എല്ലാവരും കൂടി പണിയുന്നതാണ്. അതായത് അവരിങ്ങോട്ട് പോകുമ്പോൾ ഒക്കെ അവർക്ക് മന്ത്രം ചൊല്ലാനും അവരുടെ പ്രാർത്ഥനയൊക്കെ പറയുന്നത് ഈ മാനയാണ്. വളരെ സന്തോഷം കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. ചെറിയൊരു മാനയല്ല, കാണിച്ചുതരാം. നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ കറക്കി കറക്കി മന്ത്രം ചൊല്ലി മന്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് മതമാണ് വിശ്വസിക്കുന്നത് ആ മതത്തിൻ്റെ ഇഷ്ടമുള്ളൊരു മന്ത്രം ചൊല്ലിയാലൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇവരുടെ വ്യത്യസ്തമായ മന്ത്രവും കാര്യങ്ങളൊക്കെ ചൊല്ലുക, പ്രാർത്ഥന കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ രീതി വരുന്നത്. ഇങ്ങനെ കറക്കി കറക്കി പോവുക. എന്ത് രസമാണല്ലേ. പ്രകൃതിക്ക് സന്തോഷം, കാണുന്ന നമ്മൾക്ക് സന്തോഷമാണ് ഇതുപോലെയുള്ള മാനകൾ എന്ന് പറയുന്നത്. എന്തായാലും സന്തോഷം കേട്ടോ. യാത്രകൾ മുന്നോട്ട് പോകാം, ഗ്രാമക്കാഴ്ചകൾ കാണാം. ലുബ്രാങ് ഗ്രാമത്തിൽ നിന്നും മാറി ഏകദേശം ഒരു 500-600 മീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഗ്രാമമാണ് ബ്രോക്സർ താങ് എന്ന് പറയുന്നത്. ബ്രോക്സർ താങ് എന്നാണ് ഗ്രാമത്തിൻ്റെ പേര്. ഒരു മനോഹരമായ പ്രകൃതിയിലാണ് ഈ ഗ്രാമം നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സഹകരണത്തോടു കൂടി ജീവിക്കുന്ന ജനതയാണ്. ഇവിടുത്തെ എല്ലാവരുടെയും ഉപജീവന മാർഗം ഏകദേശം ഒന്ന് തന്നെയാണ് കേട്ടോ. സുർപ്പി എന്ന് പറയും, അതായത് യാക്കിൻ്റെ ചീസ്. സുർപ്പി എന്ന് പറഞ്ഞാൽ സുർപ്പി എന്ന് പറഞ്ഞാൽ യാക്കിൻ്റെ പാലിൽ നിന്നുണ്ടാക്കുന്ന കട്ടിയുള്ള ചീസ് എന്നാണ്. അതാണ് ഇവർ പട്ടണങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുന്നത്. 1 കിലോ ചീസിന് ഏകദേശം 700 രൂപയാണ് വില കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഗ്രാമവാസികളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത്. 2 ഗ്രാമവാസികളും സെയിം ആണ് കേട്ടോ. ബ്രോക്പ എന്നാണ് അറിയപ്പെടുന്നത്. യാക്കിന
മേയിച്ച് നടക്കുന്ന ജനങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് യാക്കിന്റെ പാലാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത്. പക്ഷെ ഇവരുടെ താഴ്വര കണ്ടോ, പ്രകൃതി എത്രമാത്രം ഇവര് ഇണങ്ങി ജീവിക്കുന്നു. പ്രകൃതി ഇവരെ മാടി വിളിക്കുകയാണ്, എൻ്റെ സ്വർഗത്തിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ എന്നാണ് പ്രകൃതി പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഒരു താഴ്വര? എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഇത്ര മനോഹരമായി എങ്ങനെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്നു? വലിയ ആഡംബരങ്ങളൊന്നും ഇല്ല, മണ്ണും പിന്നെ ഷീറ്റൊക്കെ കൊണ്ട് നിർമ്മിച്ച വീടുകളാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് പോലും എത്ര സന്തോഷത്തോടു കൂടി ഇവർ ജീവിക്കുന്നു. ബുദ്ധമത വിശ്വാസികൾ എന്നും അങ്ങനെയാണ്. ശാന്തത തേടിപ്പോകുന്ന ജനങ്ങൾ, തണുപ്പ് തേടിപ്പോകുന്ന ജനങ്ങൾ, എല്ലാവരെയും സ്നേഹിക്കാൻ അറിയുന്ന ജനങ്ങളാണ് കേട്ടോ ഈ പർവ്വത ഗ്രാമങ്ങളിൽ ജീവിക്കുന്നത്. അപ്പൊ ഇതാണ് മറ്റൊരു ഗ്രാമം. എന്തായാലും സന്തോഷം, ഈ ഗ്രാമം കൂടി എനിക്ക് കാണാൻ സാധിച്ചല്ലോ. राशिदिले कैसा हो? ठीक है। आपका नाम बोलिए। मेरा नाम दुर्जी पासंग है। दुर्जी पसंद। दुर्जी पासंग। आपका नाम? इशी इशी बोलचो। यशी पंचो। इधर नाम बहुत बड़ा नाम है। हाँ, अच्छा, ये गांव का नाम बोलिए आप। ये गांव का नाम है ब्रोक्सरथांग। ब्रॉक्सरतांग। हाँ। अरुणाचल का वेस्ट कामेंग वेस्ट डिस्ट्रिक्ट। कामेंग डिस्ट्रिक्ट का है। इधर आज लोग याक सा चीज सेल करने ज्यादा। हम लोग यक का जो ब्रोकपास लोग छुरपी वगैरह अच्छा, चुरपी सेल छुरपी सेल करते हैं, और ऊंट, ये मतलब उसका बाल वो करता है। अच्छा अच्छा, और कम घी, बनाता है। हाँ, उनका और घी वगैरह बनाता है। अच्छा अच्छा, सारा महीना आप इधर ही रुकने हैं? चेंज नहीं करना है? हमको यहाँ 4 या 5 महीना यहाँ रहते हैं, 5-6 महीना जैसे, फिर ये 4 महीना जैसे में ऊपर ये माहू थिंग कुछ जाता है, माहू तरफ जाता है ठंडी जगह में। ठंडे में, क्योंकि ये या ठंडा जगह नहीं बैठता है या गर्म जगह नहीं रह सकता है, इसलिए अभी वो जल्दी जाएगा यहाँ से। अच्छा अच्छा, ठीक है, थैंक यू। ഇത് കണ്ടോ, യാക്കിന് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അതിന് നടുക്കി ഒരു സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ യാക്ക് വന്നിട്ട് അത് മെല്ലനെ കഴിച്ചിട്ട് പോകും കേട്ടോ. എന്താ ഒരു പ്രകൃതിക്കിണങ്ങി ജീവിക്കുന്ന മനുഷ്യ തന്നെയാണെന്ന് പറയാം. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വീടുകളൊക്കെ. എല്ലാ വീടുകളിലും ആൾക്കാരൊന്നുമില്ല. കുറേ ആൾക്കാർ മാഗോ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് യാക്കിനെയും കൊണ്ട് പോയി അവർ തിരിച്ചിങ്ങോട്ടേക്കൊന്ന് വരും കേട്ടോ. ഈ വീട് ഇങ്ങനെ തന്നെ ഉണ്ടാകും. ഇതിൻ്റെ അകത്തെ സാധനങ്ങളൊന്നുമില്ല, ഒരു മനുഷ്യരുടെ അടുത്തിട്ട് പോകത്തില്ല കേട്ടോ. അത്രമാത്രം സത്യസന്ധതയാണ് ഗ്രാമത്തിലെ കാഴ്ചകളും മനുഷ്യരും ഇവിടുത്തെ പ്രകൃതി എന്ന് പറയുന്നത്. വിശാലമായ കൃഷിയിടങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. കടുകിൻ്റെയും മുള്ളങ്കിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെയാണ് കേട്ടോ കൃഷി ഇവിടെ നിലവിലുള്ളത്. പ്രകൃതി നോക്കിയേ, ആ ഒരു ദൂരെയുള്ള പർവ്വതത്തിൻ്റെ ഒരു വ്യൂ നിങ്ങൾ കാണുന്നുണ്ടോ എനിക്കറിയത്തില്ല. അത്രയും സന്തോഷം. ഇവിടുത്തെ വേലികളൊക്കെ കണ്ടോ, മദ്യം കഴിക്കും കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ലപോലെ മദ്യം കഴിക്കും. അര എന്നാണ് ഇവരെ ലോക്കൽ മദ്യത്തിന് പറയുന്നത്. അതെനിക്ക് കഴിക്കാനൊക്കെ മടിയാണ്. ഞാൻ എൻ്റെ യാത്രയിൽ ഇതുവരെ മദ്യമോ ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ശാന്തമായി പ്രകൃതിയുടെ കൂടെ ഞാനും സഞ്ചരിക്കുന്നെന്ന് പറയാം. ഇതൊക്കെ ഒരു പക്ഷേ ഏതൊക്കെയോ സിനിമകളിലെ കാഴ്ചകൾ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വീടാണ് കേട്ടോ, അങ്ങ് ദൂരെ ടവർ കണ്ടോ, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ലുബ്രാങ് എന്ന് പറയും. അവിടുന്ന് ബ്രോക്സർതാങ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ കാഴ്ചകളാണ് എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും കാണുന്നത്. എന്ത് ഭംഗിയാണല്ലേ ഗ്രാമക്കാഴ്ചകൾ. സുഹൃത്തുക്കളെ, ഇന്നത്തെ കാലത്ത് ജനങ്ങൾ ഇങ്ങനെയും സഹകരണത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പർവ്വതങ്ങളിലായിരിക്കും അല്ലേ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ പറയൂ, എത്രമാത്രം സമാധാനമുണ്ടെന്നറിയോ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളൊക്കെ കാണാൻ വേണ്ടി. എല്ലാവരും അടുപ്പിച്ചടുപ്പിച്ചാണ് ജീവിക്കുന്നത്. ഓരോരോ ഗ്രാമത്തിൻ്റെ പാതകളിലും മാന ഉണ്ടാകും. മാന എന്ന് പറയുന്നത് ഒന്ന് മരിച്ചു പോയ ആൾക്കാരുടെ ഓർമ്മ കൊണ്ട് പണിയുന്നതാണ്. പിന്നെ ഗ്രാമവാസികൾ എല്ലാവരും കൂടി പണിയുന്ന ഒന്നുണ്ട് കേട്ടോ. അത് ഇവർ പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ശാന്തതയാണ് കേട്ടോ. ഇവർ വീട് നിർമ്മിച്ചിരിക്കുന്ന സ്ഥലമാണ് സ്വർഗം. സ്ഥലം മാത്രമല്ല, ഈ പ്രകൃതി പോലെ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളും. ഇവിടെ വരുന്ന സഞ്ചാരികളോടൊക്കെ അത്രമാത്രം സന്തോഷത്തോടെയാണ് പെരുമാറുന്നത്. ഇവിടെ സഞ്ചാരികൾ അപൂർവമായിട്ടാണ് വരിക. നമ്മൾ വരുമ്പോൾ അവരോട് പറയാം, താഴെ നിങ്ങളുടെ ഒരാൾ പറഞ്ഞിട്ടാണ് വന്നത്, ഇവിടെ പെർമിഷനൊക്കെ ഉണ്ടെന്ന് പറയണം കേട്ടോ ഗ്രാമത്തിൽ വന്ന. കാരണം ഇതൊരു ടൂറിസ്റ്റ് വില്ലേജ് അല്ല, അതുകൊണ്ടായിരിക്കാം ഇപ്പോഴും ഈ മനോഹരിത ഈ ഒരു ഗ്രാമം ഇപ്പോഴും സൂക്ഷിക്കുന്നത് കേട്ടോ. എന്തായാലും സന്തോഷം ഇങ്ങനെയുള്ള മനോഹരമായ ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണാൻ സാധിച്ചത്. ബ്രോക്സർതാങ്, എന്തായാലും പേര് ഗ്രാമത്തിൻ്റെയൊക്കെ. ഗ്രാമത്തിലെ വലിയൊരു വീടാണ് കേട്ടോ. അതായത് ഏകദേശം 10 ആൾക്കാർ ഇതിനകത്ത് താമസിക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. ഇപ്പം ഈ ഒരു ഗ്രാമവാസികളൊക്കെ ദിരാങ് എന്ന് പറഞ്ഞ പട്ടണത്തിലേക്ക് കുടിയേറിപ്പോയി. അതായത് എല്ലാ സമയത്തും ഇവർ നിൽക്കത്തില്ല. യാക്കിനെയും കൊണ്ട് ഇവർ തണുത്ത പ്രദേശങ്ങളിലേക്ക് പോകും. വീണ്ടും ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. അങ്ങനെ ചേഞ്ച് ആയിട്ടാണ് ഗ്രാമവാസികളോട് ജീവിക്കുന്നത്. വീടുകളൊക്കെ കണ്ടോ,
കല്ല് അടുക്കി വെച്ചിട്ട് നമ്മളെ ചെളി മണ്ണില്ല അത് കുഴച്ചിട്ടാണ് ഇവർ സിമെൻറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടുത്തെ സിമെൻറ്റ് ഇങ്ങനെയാണ്, ഭയങ്കര ഉറപ്പാണെന്ന് കേട്ടോ ഇവർ പറയുന്നത്. പാറക്കല്ലൊക്കെ കണ്ടു, അവർ എത്ര ആകൃതിയിലാണ് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും സന്തോഷം. ഇത് കണ്ട് ഇത്രയും ജനങ്ങൾ ഇവിടെ ഉണ്ട്. നിലവിൽ ഇപ്പോൾ ആൾക്കാർ ഇവിടെ താമസിച്ച് തുടങ്ങി. ഏകദേശം ആൾക്കാരൊക്കെ പോയി കേട്ടോ, ഗ്രാമത്തിൽ നിന്ന് പട്ടണ പ്രദേശങ്ങളിലേക്ക് കുടിയേറി പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇത് കണ്ടോ, മലമുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സോഴ്സാണ് കേട്ടോ. പർവ്വതങ്ങളിൽ നിന്നാണ് ഇവിടുത്തെ കുടിവെള്ളം വരുന്നത്. നല്ലപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. കൃഷീൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നല്ലപോലെ കൃഷി ചെയ്തിട്ട് അവർ തന്നെയാണ് അത് കഴിക്കുന്നത്. അവർ പട്ടണങ്ങളിലേക്ക് സെയിൽ ചെയ്യുന്നില്ല. ഇവിടുത്തെ കാലാവസ്ഥ എന്നും മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. ചില സമയത്ത് മാത്രമാണ് നല്ല കാലാവസ്ഥ കിട്ടുന്നത്. ഞാൻ കിടന്നുറങ്ങുന്ന റൂമിനുള്ളിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. കണ്ടോ, ഇവിടെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഇവരുടെ വീട്ടിനനുബന്ധിച്ചുള്ള ചെറിയ റൂമാണ്. അവരിപ്പോഴാണ് കേട്ടോ ഈ റൂം പണിതത്. നല്ലൊരു റൂമാണ്, എനിക്ക് കിടക്കാൻ നല്ല സൗകര്യമുണ്ട്. 350 രൂപയാണ് ബെഡിന് അവർ ഈടാക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. ഇവിടെ ഒരു ഹോം സ്റ്റേ ആണ് ഉള്ളതെങ്കിൽ ചുരുങ്ങി 2000 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇതാണ് പുറത്തുനിന്നുള്ളൊരു കാഴ്ച. നോക്കി ചെറിയൊരു മനോഹരമായ വീട്ടിലാണ് സുഹൃത്തുക്കളെ ഞാൻ താമസിക്കുന്നത്. എനിക്കിപ്പോൾ അമ്മേൻ്റെ അടുത്തേക്ക് പോകണം. അമ്മ ചായ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിവരെ വിറക് പോലെയാണ് ഈ കാണുന്നത്. വിറകൊക്കെ കണ്ടോ, 1 വർഷത്തോളം വിറകാണ് ഇവർ അടുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വിറകാണ് കേട്ടോ. ഇവിടുത്തെ മരം കട്ട് ചെയ്തതാണ്. ഇവിടെ റോഡുള്ളത് കൊണ്ട് തന്നെ വാഹനങ്ങളിൽ ഈ വിറക് എത്തിക്കണമെങ്കിൽ 3000 രൂപ കൊടുക്കണം കേട്ടോ. താഴെ നിന്നും ഒരു ദിവസം മൊത്തം വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടായി കൊണ്ടുവരാൻ വേണ്ടി 3000 രൂപ കൊടുക്കണം. ഈ വിറക് മൊത്തം കട്ട് ചെയ്തത് ഇവിടുത്തെ അച്ഛനും മകനും കൂടിയിട്ടാണ് കേട്ടോ. ഇതുകൊണ്ടോ വീട്ടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ധാരാളം മരങ്ങൾ അടുക്കി വെച്ചിട്ട് 1 വർഷത്തേക്കുള്ള മരമാണ് കേട്ടോ. 1 വർഷത്തേക്കുള്ള മരം അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സ്ഥലമാണ്, പ്രകൃതി ഭംഗിയാൽ മനോഹരമായ യാക്കിൻ്റെ നാടാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇതാണ് എൻ്റെ ചെറിയൊരു വീട്. ഇന്നൊക്കെ 3 ദിവസം കേട്ടോ ഞാനിവിടെ താമസിക്കുന്നത്. ചില ദിവസം കാലാവസ്ഥ മോശമായാലും എനിക്ക് എവിടെയും പോകാൻ പറ്റാറില്ല. മഴയത്ത് ഇവിടെ സഞ്ചരിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് യാക്കിനെ കാണാൻ സാധിക്കും, യാക്കിനെ കുതിരേനൊക്കെ. ഇവിടുത്തെ ആൾക്കാർ നോർമലി ഇങ്ങനെ ഓംലേറ്റ് കഴിക്കാറില്ല. ഞാൻ പറഞ്ഞിട്ടാണ് ഇവരെനിക്ക് ഓംലേറ്റ് ആക്കി തന്നിരിക്കുന്നത്. ഇവർ കഴിക്കുന്ന മെയിൻ ഫുഡ് ചാവല തന്നെ കേട്ടോ. ആജ് സബ്ജിക്ക് അച്ഛാ ഇവരുടെ സബ്ജി സെയിം ആയിരിക്കും കേട്ടോ. അതായത് നമ്മൾ മസാല ഇല്ലാത്ത ഭക്ഷണമാണ് ഇവർ കൂടുതലാക്കുന്നത്. നമ്മൾ പറഞ്ഞാൽ അവർ മസാലയൊക്കെ ആക്കി തരും കേട്ടോ. ഇത് രാവിലത്തെ ഫുഡാണ്, ഹെവിയാണ് കേട്ടോ. അമ്പോ അപ്പ് കാത്ത നെഹി ഖാലിയ. ഇന്ന് ഹെവി ആയിട്ടാണ് എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്താ അല്ലേ, പണ്ടത്തെ ഒരു വീട്ടിൽ പുകയൊക്കെ വരുന്നതൊക്കെ ഇന്നത്തെ കാലത്ത് എവിടെയെങ്കിലും വീട്ടിലിങ്ങനെ പുക വരുമോ? എല്ലാവരും കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്ന തിരക്കിലല്ലേ. അച്ഛാ ടീക്ക് ഇതല്ലേ അച്ഛാ, രാവിലത്തെ ഭക്ഷണം കണ്ടോ അച്ഛാ? ഇതെന്താണ് ഇന്ന് ആക്കിയത്? ആജ് ക്യാ സബ്ജിയെ? ഇന്ന് ഇത് കൊണ്ടാട്ടോ ഇവരൊക്കെ കദ്ദു ബുംജ. അച്ഛാ ഇന്ന് അതിൻ്റെ ആട്ടോ സബ്ജി. ഇതിലിതേലോ അതിനോ എൻ്റെ അമ്മ കണ്ടു. ഇവർക്ക് മസാല വളരെ കുറവാണ്. ടീക്ക് താങ്ക് യു. സുഹൃത്തുക്കളെ, സ്വർഗത്തിലെ വീട്ടിലെ ഭക്ഷണം ഞാൻ കാണിച്ചു തരാം. ഇന്ന് എനിക്ക് ആക്കി ഭക്ഷണമാണ്. ഓംലേറ്റ് ഞാൻ പറഞ്ഞിട്ടാക്കി തന്നെയാണ്. ഇവർ കഴിക്കുന്നുണ്ട് നമ്മളെ കുമ്പളങ്ങി മത്തങ്ങയിലൊക്കെ കറിയാണ് കേട്ടോ. ഓയിൽ ഉപയോഗിക്കുന്നതിൽ വളരെ കുറവാണ്. अब ऑयल खाते बहुत कम है, ऑयल मसाला खाता बहुत कम है. अच्छा कभी अच्छा तबई का नाम बोलिए, आपका नाम बोलिए. हाँ ताशी लेचा. अच्छा ये कद्दू का सब्जी आज. ब्रुमशा अम्बो
നമ്മളെന്താ ബുദ്ധമത വിശ്വാസികളുടെ നാടാണ്. നല്ല ആൾക്കാരാണ് കേട്ടോ. ഇവര് വ്യത്യസ്തമായ ഭക്ഷണമാണ്. ഇന്നലെ ഞാൻ കഴിച്ച ഭക്ഷണം എന്ന് പറയുന്നത് വെള്ള കറിയാണ് കേട്ടോ, മസാലയൊന്നും ഇല്ലാത്ത. എത്ര മനോഹരമായ നാടാണ് നോക്കിയേ. ഇവിടെയാണ് താമസിക്കുന്നത്. എല്ലാവർക്കും കൂടെ അങ്ങനെ വന്ന് താമസിക്കാൻ പറ്റില്ല കേട്ടോ. സുഹൃത്തുക്കളെ നമസ്കാരം. യാത്രാ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ലുബ്രാങ് എന്ന ഗ്രാമത്തിൽ 5 ദിവസമാണ് ഞാൻ താമസിച്ചത്. ഇതെന്റെ വീട്ടിലെ ആൾക്കാരാണ്. ഇതെന്റെ ബ്രദറാണ്. ഇതെന്റെ അമ്മയാണ് കേട്ടോ. അമ്മ നമസ്തേ. कैसे हो? हिंदी भाषा അറിയത്തില്ല. दीदी नमस्ते. नमस्ते. आपका नाम बोलिए. लेकिन लामू लेकी लामू. माता जी का नाम बोलिए. अम्मा का नाम पसंग पसंग ड्रामा. पसंग ड्रामा. സുഹൃത്തുക്കളെ बोलिए. सुहृത്തുക്കളെ नमस्ते. ये चितरन भैया मेरा साथ 5 दिन इधर बैठा है. चितरन भैया का नेचर बहुत अच्छा है, पूरा फैमिली टाइप का ही है. चितरन भैया जितना दिन मेरे साथ बैठा है बहुत क्लोज फ्रेंडली से बैठा है, और चितरन भैया का साथ बैठ के वक्त बिता के मुझे बहुत अच्छा लगा. കരിഞ്ച करेंगे കരിഞ്ച കരിഞ്ച എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്നാട്ടോ, ധന്യവാദം ഹിന്ദിയിൽ പറയും. എന്തായാലും ഈ ഒരു യാത്ര എപ്പിസോഡ് ഇവിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.